ഹായ്, ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡൗട്ട് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനെനിക്ക് ഉറപ്പാണ്. കാര്യം നിങ്ങളുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്, അതിനുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ഓക്കെ, അപ്പം അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ അടുത്ത ദിവസം ഒന്ന് മാപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു സോറി പറയുക, അതിനെ ആലോചിച്ചൊന്ന് കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ചുരുക്കം ചിലരിൽ കുറച്ചാരെങ്കിലും പറയും, ഓ അവർക്കത് മനസ്സിലായി, അല്ലെങ്കിൽ അത് തെറ്റ് തിരുത്താൻ അവർ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കാം. പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളോടത്ത് തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ അങ്ങേയറ്റം വേദനിപ്പിച്ച് അപമാനിച്ചതിന് ശേഷം നമ്മൾ അവരോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റല്ലാതിരിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ആ ഒരു വിഷമം അല്ലാതിരിക്കുമോ? നിങ്ങൾ തന്നെ എനിക്കിനൊരു ഉത്തരം തരണം കേട്ടോ. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ഫ്രണ്ട് നിഷാന. അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. ബാലരാമപുരം. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? കൈക്ക് എത്ര? അപ്പൊ കാലിനാ? അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? കണ്ടല്ലോ അല്ലേ? അപ്പം ഇതാണ് ചർച്ച. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ തെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ആഴം ഇവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം വേറൊന്നും കൊണ്ടല്ല, കാര്യം അവർ ഇതേപോലത്തെ ഒരു പ്രാങ്ക് കോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ചെയ്തോട്ടെ എന്തെങ്കിലും, പക്ഷേ ഇവർക്ക് ഒന്നാമത്തെ ഒരു അഹങ്കാരം എന്ന് പറയാനുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. കാര്യം കുറച്ച് പബ്ലിസിറ്റി, പണം എല്ലാം വരുമ്പോഴത്തേനുള്ള മിസ്റ്റേക്കാണ്, വേറെ ഒന്നുമല്ല. കാര്യം ആ സിറ്റുവേഷൻസിൽ നമുക്കിനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒന്നുമില്ല, ആ ഒരു ധാരണയിലേക്ക് നമ്മളെ സൊസൈറ്റി വന്നുകൊണ്ടിരിക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഓക്കെ, അതിലിപ്പം ഇത്രയും അത് പറയാൻ കാരണം നമുക്ക് ഈ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആളൊരു ദയനീയമായ അവസ്ഥ നമുക്ക് ആ വീഡിയോയിൽ തന്നെ കേൾക്കാൻ പറ്റും. കാര്യം അവരത്രയും ഇപ്പം നമുക്ക് എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് അന്നത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അന്നത്തെ ജീവിത ചെലവിന് വേണ്ടി. ചുരുക്കം ചിലരെങ്കിൽ എന്താ പറയാം, അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഒന്നുമില്ലാതെ പൈസക്ക് വേണ്ടി എന്താ പറയുക, പൈസ ഒന്നും ഒരു വിലയില്ല, അത്രയും കുമിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയിലുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊന്നൊരു വിഷയമല്ല കാര്യം, അവർക്ക് പൈസ കിട്ടിയാൽ ഇല്ലെങ്കില്ല. പക്ഷേ കുറച്ച് പേരെങ്കിലും, അതായത് നമുക്ക് അന്നേക്കുള്ള നമ്മളെ ഒരു ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇതുപോലെ ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാര്യം അവർ ആ വീഡിയോ കോളിൽ ശരിക്കും അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും. കാര്യം ആ ഒരു ബ്രൈഡൽ മെഹന്തി കിട്ടിക്കഴിഞ്ഞാൽ അവർ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകും, നമുക്ക് അന്നത്തെ ഒരു വർക്കിൻ്റെ പൈസയായി അല്ലേ. അപ്പോൾ നമുക്കത് അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിലല്ലേ അവർ സംസാരിച്ചേക്കണത് അല്ലേ? അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കുണ്ടിക്ക് മെഹന്തി ഇട്ട് തരും. കാര്യം അതാ പറഞ്ഞ കാര്യം, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇനി എന്ത് ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും പബ്ലിസിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ക്ഷമ പറഞ്ഞതിന് തന്നെ വേറൊരു കാര്യമുണ്ട്. എന്താ പറയുക, ഇത്രയും ആൾക്കാർ അവർക്കെതിരെ നിന്നു. അപ്പോൾ ഇനിയിപ്പം എന്താ പറയുക, എല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞു എന്നുള്ള രീതിയിൽ ക്ഷമ പറഞ്ഞായിരിക്കില്ലേ? അല്ലെങ്കിൽ ഞാനത് ഒരു ഡൗട്ട് ചോദിക്കാൻ കാണുന്നത് വെച്ചാൽ, ഈ RJ അഞ്ജലിൻ്റെ കൂടെ വേറൊരു ആളും കൂടി ഇതിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തെയാണ് ശരിക്കും ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. ശരിക്കും അഞ്ജലി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നുള്ള ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം രണ്ടുപേരും കൂടി സ്ക്രിപ്റ്റ് എഴുതാതെ സംസാരിക്കാതെ ഈ ഒരു വീഡിയോയിലേക്ക് വരത്തില്ല. 100% അത് ഷുവറാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് അവർ എഴുതുന്ന സമയത്ത് ഇത് തിരുത്തിയില്ല. അതൊന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, അവർ ആ വീഡിയോയിൽ ഒന്ന് സംസാരിച്ചിട്ട് ചിരിച്ച് തമാശയാക്കി പോയതിനു ശേഷം ഇപ്പം RJ അഞ്ജലി വന്നിട്ട് മാപ്പ് പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ? ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ കേട്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, എല്ലാം കഴിഞ്ഞു, അവർക്കുള്ളതെല്ലാം വേണ്ടതെല്ലാം ഒരു കൊടുത്ത് അവരെല്ലാം അപമാനിച്ചതിന് ശേഷം ലൈവിൽ വന്നിട്ട് ഒരു സോറി പറഞ്ഞു.
അല്ല ക്ഷമ ചോദിച്ചു. അപ്പം നമ്മൾ എന്തായി ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങേയറ്റം അവരുടെ അടുത്ത് മോശമായി പെരുമാറി സമൂഹത്തിന് മുന്നിൽ അവളെ ആ ഒരു സ്ത്രീയെ അപമാനിച്ച് അതിന് ശേഷം വന്നിട്ട് സോറി പറഞ്ഞതിനെ കൊണ്ട് എന്താണ് അകത്തുള്ളത്? ശരിക്കും പറഞ്ഞാലുള്ള ഇങ്ങനത്തെ സത്യം പറഞ്ഞാൽ ആർ ജെ അഞ്ജലിയോട്ട് എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. കാര്യം സംസാരമായി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു കഴിവ് അവർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല കഴിവുള്ള ഒരാളാണ്. കാര്യം നല്ല രീതിയിൽ സംസാരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ആർ ജെ ആയിട്ട് വന്നേക്കുന്നത്. കാര്യം അങ്ങനെ സംസാരിച്ച് അങ്ങേയറ്റം പ്രയത്നത്തിലായിരിക്കാം അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയേക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇത്തരത്തിൽ ഒരാളെ ഹേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ അപമാനിച്ചുകൊണ്ട് നമ്മളൊന്നും നേടിയിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് ഫീൽ ചെയ്തിരിക്കണം അങ്ങനെയാണ്. കാര്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് കൂടെ ആർ ജെ അഞ്ജലിൻ്റെ കൂടെ ഉണ്ടായ പുള്ളിക്കാരി എന്തുകൊണ്ട് വീഡിയോയിൽ വന്നിട്ട് ഇത്രയും നാളിട്ട് അതിനൊരു ക്ഷമ പറഞ്ഞിട്ടില്ല? കാര്യം ആവശ്യമില്ല. കാര്യം ഇപ്പോഴും അവർ ആ പ്രാങ്ക് വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. പക്ഷേ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ് കേട്ടോ, വേറെ ആരുമല്ല. കാര്യം ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന സമയത്ത് നമ്മളതിനെ ശക്തമായി പ്രതികരിച്ച് ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. കാര്യം പിന്നെ അവർക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, അവർ ഇതുപോലെ വീഡിയോ ചെയ്യും, നമ്മൾ കുറച്ച് കുറ്റം പറയും, അതിന് ശേഷം എന്താണ് അടുത്ത ദിവസം അവർ സോറി പറഞ്ഞുള്ള വീഡിയോ കൊണ്ടുവരും. അപ്പോൾ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അയ്യോ അവരതിൽ ക്ഷമിച്ചു അല്ലെങ്കിൽ സോറി പറഞ്ഞു, അവർക്ക് ആ തെറ്റ് മനസ്സിലായി, വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് പിന്നെയും അടുത്ത സ്റ്റെപ്പിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കരുത്ത് അവർക്ക് വരും. പക്ഷേ എനിക്കത് തോന്നിയേക്കണ കാര്യം, നമ്മളിപ്പം ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ അവർക്ക്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സ്ത്രീക്ക് അനുഭവപ്പെട്ട ആ ഒരു വേദന അത് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല അല്ലേ. കാര്യം എനിക്ക് ആ ഒരു വീഡിയോ കേട്ടപ്പോൾ ശരിക്കും സങ്കടമാണ് തോന്നിയ കാര്യം, അവർ അത്രയും ആശിച്ച് പിടിച്ചിട്ട് ഒരു വർക്ക് എടുക്കാൻ വേണ്ടി നല്ല ആത്മാർത്ഥതയോടെ സംസാരിച്ചതിനിടയിൽ കൊണ്ടുപോയിട്ട് ഇവർ പ്രാങ്ക് ചെയ്തിട്ട് ഇപ്പം കൊണ്ടുപോയിട്ട് സോറി പറയുന്നു. അതും ഇതിൽ ഏറ്റവും വലിയ തെറ്റെനിക്ക് തോന്നിക്കണം അതാണ്. ആർ ജെ അഞ്ജലിയുടെ കൂടെ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്, ആ പുള്ളിക്കാരത്തെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അവൾ സോറി പറയുന്നില്ല? അല്ലെങ്കിൽ അവൾ മുന്നിലേക്ക് വരണം വീഡിയോയിൽ. ഇനി അതാണ് അടുത്തത് കാര്യം. എന്നിട്ട് വേണം സംസാരിക്കാൻ. ഇനി വീഡിയോയിലേക്ക് വന്നിട്ടില്ലെങ്കിലും സാറില്ല. കാര്യം ആ വിളിച്ച അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ഈ പറഞ്ഞതുപോലെ ഇതാണ് ഒന്നാന്തരം ഡ്രാമ എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം ആ വിളിച്ച ഒരു വ്യക്തിയോടത്ത്, ആ സ്ത്രീയുടെ അടുത്ത് അവരെ വിളിച്ച് മാപ്പ് പറയുകയോ എന്തെങ്കിലും കോംപ്രമൈസോ അല്ലെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതിന് പകരം നേരെ ലൈവിൽ വന്നിട്ടാണ് പറഞ്ഞേക്കുന്നത്. കാര്യം എന്താണെന്നറിയോ, അവർക്ക് നാളെയും നമ്മൾ ഈ ചാനലുമായിട്ട് നമ്മളെ സപ്പോർട്ട് വേണമല്ലോ അല്ലേ. എനിക്ക് തോന്നിയേക്കണ കാര്യം ഇതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിലെന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഫീൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഒന്നുമില്ലെങ്കിലും കുറേ പേര് ഇതിനെ അനുകൂലിച്ചും എന്താ പറയുക നെഗറ്റീവായിട്ടും കുറേ പേര് പറയാനുണ്ടാവും. അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ ബൈ.